ആവർത്തിച്ച് നമസ്കരിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞത് ആദ്യം ഒറ്റയ്ക്ക് നമസ്കരിച്ചവർക്ക്. ഒന്നാമത്തെ നമസ്കാരം മുൻഫരിദായിട്ട്, എങ്കിൽ ജമാഅത്ത് കിട്ടിയാൽ ആവർത്തിക്കൽ അവർക്ക് മുഅക്കദായ സുന്നത്താണ്. വഹദഹു, അവൻ നിർവഹിച്ചതായ നമസ്കാരം വഹദഹു എങ്ങനെയാണെങ്കിൽ ഒറ്റക്കാണെങ്കിൽ. അവിടെ പിന്നെ ഭൂമി ലോകത്ത് ഒരാൾക്കും തർക്കിക്കാനുണ്ടോ? വകദാ ജമാഅത്തൻ ഫിൽ അസ്ഹി, ആടെയാണ് വജിഹാനി. ഒന്നാമതായി നമസ്കരിച്ചത് ജമാഅത്തോടെയാണ്. ഇപ്പോൾ ജമാഅത്ത് കിട്ടി, എന്നാലും മടക്കൽ സുന്നത്താണ് അസഹ് പ്രകാരം. സാനി അനുസരിച്ച് മടക്കൽ സുന്നത്തില്ല. ആവശ്യത്തിന് ജമാഅത്ത് കിട്ടിയല്ലോ, ഇത്തിഫാഖിന്റെ മഹല്ല് വഹദഹുവായി നമസ്കരിച്ചെടുത്ത്. അവൻ ആദ്യം നമസ്കരിച്ചത് ഒറ്റക്ക് പോലും. എന്നാൽ ഇത്തഫഖൽ അഇമ്മത്തു വൽ ഉമ്മത്തു അലാ അന്നഹു യുസന്നു ലഹു ഇയാദത്തു ഇദാ വജദ ജമാഅത്തൻ. മുൻഫരിദായി വന്ന ഒരാൾ, അവൻ്റെ നമസ്കാരം റാഹത്തായോ? അപ്പോൾ ജമാഅത്ത് കിട്ടിയാൽ അവിടെ ആർക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആർക്കും ഖിലാഫില്ല. അതേ സമയത്ത് ഖിലാഫ് എവിടെയാണ്? എന്താണ് സുന്നത്ത്? യാദത്തുഹാ മാ ജമാഅത്തിൻ യുദ്രികുഹാ, അത് മത്തിനാണ്. വൈൻകാനത്ത് അക്സറ, നേരത്തെ കിട്ടിയതാണ് വലിയ ജമാഅത്ത്. നേരത്തെ 10,000-ന്റെ ജമാഅത്ത്, ഇപ്പം 10 ജമാഅത്ത്. എന്നാലും ആവർത്തിക്കൽ എന്താണ്? ഓ കിട്ടിയല്ലോ. വാഫുദല ലാഹിറൻ, പ്രത്യക്ഷത്തിൽ തന്നെ ഉഷാറാണ് ആദ്യത്തെ ജമാഅത്ത്. ഇമാമ് അയലമായതുകൊണ്ട്, ഇമാമ് വലിയായതുകൊണ്ട്, വറഉള്ള ആളായതുകൊണ്ട്, അല്ലെങ്കിൽ നമസ്കരിച്ച സ്ഥലം അഷറഫായതുകൊണ്ട് ആദ്യത്തെ ജമാഅത്ത് വളരെ പ്രൗഢഗംഭീരം. അത്ര കോളൊന്നും ഈ ജമാഅത്തിനില്ല. എന്നാലും അട്ടക്റ്റി വരിച്ചിട്ടാണ് സംസാരിക്കും. എന്തിനേക്കാണ് അക്സർ, എന്തിനേക്കാണ് അഫ്ളൽ മിനസാനിയ, രണ്ടിലേക്കും. ഉഷാറാണെങ്കിലും ശരി എന്ന് പറഞ്ഞില്ലേ, മിനസാനിയ അത് അക്സറിലേക്കും അഫ്ളലിലേക്കും മടക്ക്. എന്താണ് സുന്നത്ത്? ഇയാദത്തുഹാ, ഒന്നുകൂടി നിർവഹിക്കൽ. ഈ ഇയാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ മനോക്കേണ്ടത്? ഇയാദത്ത് എന്ന് പറഞ്ഞാൽ ലോഹിയായ വാനിൻ്റെ മേലെ ചുമത്തണോ? അങ്ങനെ ചുമത്തിയാൽ പടുകുഴിയിലേക്ക് പോകും. വഖത്തിൻ്റെ അകത്തന്നെ ആയിരിക്കണം എന്നിവിടെ നിർബന്ധം പറയുന്നുണ്ട്. ലോഹിയായ മാന വെച്ചാൽ വഖത്ത് എന്നുള്ളത് കിട്ടൂല, ഒരിക്കൽ കൂടി ചെയ്യുക എന്നേ കിട്ടും. അപ്പോൾ ലുഹത്തിൻ്റെ മേലെ ചുമത്താൻ നിവൃത്തിയില്ല. പിന്നെ ഉസൂലിക്കാരുടെ ഭാഷയിൽ ചുമത്തണം. ഉസൂലിക്കാർക്ക് 2 ഭാഷയുണ്ട്, അഹസ് ഉണ്ട്, അമ്മുണ്ട്. അമ്മിൻ്റെ മേലെ ചുമത്തണം ഈ ഇആദത്ത് എന്ന് പറഞ്ഞത്. കേട്ടോളൂ. ഖീല, പറയപ്പെട്ടിരിക്കുന്നു, അൽ മുറാദു ഹുന, ഇആദത്ത് എന്ന് പറഞ്ഞാൽ മനാഹൽ ലുഗവിയ്യു ഫീലുഹാ സാനിയൻ, ഫീലുഹാ സാനിയൻ, രണ്ടാമതും ചെയ്യുക. ലോകത്തിൽ അങ്ങനെ അർത്ഥം. അതാണ് പോലെ ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. പൊട്ടത്തരല്ല, അത് ഉദ്ദേശിക്കാൻ പറ്റോ? ലൽ-ഉസൂലിയ്യോ, മനാഹൽ ഉസൂലിയ്യോ അല്ല, മനാഹൽ ഉസൂലിയ്യ തന്നെ 2 ഉണ്ട്. ഉസൂലിയ്യൻ്റെ തൈരീഫ് തന്നെ 2 ഉണ്ട്. ഉസൂലിയല്ല പോലെ ഇവിടെ മുറാദ്. ഉസൂലിയല്ല എന്ന് പറഞ്ഞാൽ ഐമിനാകൻ അല്ല അന്നഹ. ഇആദത്ത് എന്ന് പറഞ്ഞാൽ എന്തോ അല്ല, ഉസൂലിക്കാരുടെ അടുക്കൽ മാ ഫുഇല ലി ഖലലിൻ ഫിൽ ഊല മിൻ ഫഖദി റുക്നിൻ ഔ ശർത്തിൻ. ഉസൂലിക്കാരനെ 2 പ്രയോഗം നടത്തിയിട്ടുണ്ട്. എന്താ? മാ ഫുഇല ചെയ്യപ്പെടുന്നതായ ഒന്ന്, ലി ഖലലിൻ ഫിൽ ഊല മിൻ ഫഖദി റുക്നിൻ ഔ ശർത്തിൻ. ആ തൈരീഫ് അഖസായ തൈരീഫാണ് ഉസൂലിക്കാരുടെ. ഈ ആദത്തിന്റെ തൈരീഫ് അതാ വെച്ചെങ്കിൽ അവിടെ ചുമത്താൻ കഴിയില്ല. ഇവിടെ ഫഖദ് ഷർത്തോ ഫഖദ് റുക്നോ എന്തെങ്കിലും ഉണ്ടോ?
അവിടെ ചുമത്താൻ എങ്ങനെയും കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം എന്തിന്റെ മേലെ ചുമത്തിക്കോ അല്ല അവർ പറഞ്ഞത്. ഉസൂലിക്കാരുടെ തരീഫാകുമ്പോ ഇതല്ലേ വരത്ത് ഇതാണ് തരീഫ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഉസൂലിക്കാരുടെ തരീഫ് സ്വീകരിക്കാൻ പറ്റൂല നമുക്ക്. കാരണം ഇവൻ ആവർത്തിക്കുന്നത് ഖലലിന് വേണ്ടിയാ. അമ്മായിദാ ഖുൽന ഉസൂലിക്കാരുടെ മറ്റൊരു തരീഫില്ലേ, എന്താ അതാണെങ്കിൽ എന്താക്കാ ഉദറിൽപ്പെട്ട തന്നെയല്ലേ കൂലി ഫില്ലാക്കൽ, സവാബ് സ്കോർ ചെയ്യൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആവർത്തിക്കൽ. ഇപ്പൊ കുറച്ചും കൂടെ അമ്മായി അത് നീ മുറുകെ പിടിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ചുമത്താം. എങ്ങനെയായാലും ലുഗത്തിന്റെ മേലെ ചുമത്തേ വേണ്ട. അന്നേരം ഏത് പോയി പോകുന്നുണ്ട്, വക്കത്ത് പോയി പോകുന്നുണ്ട്. അപ്പം നന്നാ മോശമായി പോകുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മേലെ ചുമത്തേ വേണ്ട, നഷ്ടം വരും. പിന്നെന്താക്കിക്കോ ഉസൂലിക്കാരുടെ ഭാഷയിൽ നിന്ന് തന്നെ അഹസായ ഭാഷന്റെ മേലെ ചുമത്തിയ ബുദ്ധിമുട്ട് വരും. ആമിന്റെ മേലെ ചുമത്തിയാലോ ഒന്നൊരു പ്രശ്നമില്ല. എന്താണ് ഇത് ഇവിടെ നമുക്ക് അത്താണി കിട്ടിയല്ലോ, സവാബിനെ ആഗ്രഹിച്ചു കൊണ്ടല്ലേ ആവർത്തിക്കുന്നു. അപ്പൊ ഉസൂലിക്കാരുടെ തരീഫിൽ നിന്ന് ആയമനുസരിച്ച് നടപ്പിൽ വരുന്നില്ലേ. അപ്പൊ ഒരു നിലക്കും ഉസൂലിന്റെ ലുഗത്തിന്റെ മേലെ ചുമത്തുന്ന പ്രശ്നമില്ല. അല്ല ഉസൂലിക്ക യാദത്തിന്റെ ലുഗത്തിന്റെ മേലെ ചുമത്തിയ കാര്യം കിട്ടൂല, ഉറപ്പ്. ഉസൂലിന്റെ അഹസിന്റെ മേലെ ചുമത്തിയാലും നേടൂല. പിന്നെന്തന്നെ എപ്പോഴാണ് ജമാഅത്ത് ആവർത്തിക്കൽ സുന്നത്ത്? നമസ്കാരം ആവർത്തിക്കൽ എപ്പോഴാണ് സുന്നത്ത്? ജമാഅത്തിനോടൊപ്പം. എങ്ങനെയുള്ള ജമാഅത്ത്? യുദിരിക്കുഹ. എന്തിനാണ് അതിന്റെ ആവശ്യം? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആയില്ലേ യുദിരിക്കുഹ. ഏത് അത് സഹിയാകണ്ടിക്കല് വക്ത് ഏത് ല്ലേ അവർ വക്ത് വെച്ചിട്ട് തന്നെ പറയുന്നു. ഈ ആദത്തിൽ വക്കത്ത് ഓറും കണ്ടീഷൻ പറയുന്നുണ്ട്. സവാബിന്റെ മേലെ സവാബ് ഒന്നും കൂടെ കിട്ടൽ. പണ്ട് 90 കിട്ടിയെങ്കിൽ ഇപ്പൊ 95 വാരിക്കട്ടല്. പണ്ടത്തേക്കാണ് അധികം കിട്ടലല്ല മുറാദ്, ഉള്ളതിന്റെ മേലെ എക്സ്ട്രാ കിട്ടല്. ഇത് സിയാദത്തു ഇലാഹാണ് യുദിരിക്കുഹ എന്ന് പറഞ്ഞത്. കാരണം ജമാഅത്ത് വേണം എന്നല്ലേ ഇപ്പം പറഞ്ഞത്. പിന്നെ യുദിരിക്കുഹ. പിന്നെ അല്ലെങ്കിൽ ഒരു മുലാഫ കൽപ്പിച്ചാൽ മതി. ഫദ്ലുള്ളതായ ജമാഅത്താണെങ്കിൽ, തുടരൽ കറാഹത്തായ ജമാഅത്താണെങ്കിൽ ഈ ആദത്ത് സുന്നത്തില്ല എന്ന് പഠിപ്പിക്കലായി മുറാദ്. ഇപ്പം വന്ന ജമാഅത്ത് ഫദ്ല് കിട്ടുന്ന ജമാഅത്താണെങ്കിൽ മാത്രം. അപ്പം മക്രൂഹ ജമാഅത്താണ് ഇപ്പം കിട്ടിയത്. ഫാസിഖാണ്, മുബ്തദിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു ഇല്ലത്തുണ്ടെങ്കിൽ എന്ത് വേണ്ട? അതപ്പൊ നല്ല പോയിന്റ് കിട്ടുന്നുണ്ട്. യുദിരിക്കുഹ എന്ന് പറഞ്ഞാൽ യുദിരിക്കു ഫദ്ലഹ. അപ്പൊ ഏത് പുറത്തു പോകും? ഫതഖ്റുജുൽ ജമാഅത്തുൽ മക്റൂഹത്തു. ഏത് പോയി? ഫലാ തുസന്നുൽ ഇയാദത്തു മഅഹു. ഒരു കാരണവശാലും അവിടെ ഇയാദത്താക്കിന് ഫലമുണ്ടോ? വേസ്റ്റ് മർദു. കമായത്തി 266 267 പറയുന്നുണ്ട്. മനുഷ്യൻ നീ ഇയാദത്താക്കുന്നുണ്ടെങ്കിൽ മക്റൂഹ് അല്ലാത്ത ജമാഅത്തായിരിക്കണം അത്. വൈകാനൽ ഇമാം ഫാസിഖൻ ഔ മുബ്തദിയൻ ഫലാ ഇയാദത ഹുനാ. കണ്ടാ? അതുപോലെ മുഖാലിഫിന്റെ പിന്നിലും പറയുന്നുണ്ട്. മുഖാലിഫിന്റെ പിന്നിൽ നമസ്കരിച്ചാൽ നമസ്കാരം ബാത്തിലാണ് എന്നൊരു കൗലില്ലേ. അതുകൊണ്ട് അതും പരിഗണിക്കണം പോലും. ജമാഅത്ത് കിട്ടൂലല്ലോ, കറാഹത്തല്ലേ. പിന്നെ നീ ആവർത്തിക്കുന്നു. അപ്പൊ അന്തസ്സുള്ള ജമാഅത്താണെങ്കിലേ ആവർത്തിക്കൽ എന്തുള്ളൂ? അതെ. വയദ്ഖുലു ഉൾപ്പെട്ടു മന്നദറക റകഅത മിനൽ ജുമുഅത്തിൽ മുആദത്തി.
ആവർത്തിക്കുമ്പോൾ ജുമായിൽ നിന്ന് ഒരു റക്അത്ത് കിട്ടി, എനിക്ക് ചെയ്യാം, നിയമം പാലിച്ചവനായി. ഇബ്തിദാ മുതൽ ഇന്തിഹാ വരെ ജമാഅത്ത് കിട്ടണം എന്നുള്ളതെല്ലാം മുഹത്തമത് ഇയാദത്തിൽ അങ്ങനെ പറഞ്ഞവരെല്ലാം ഉണ്ട്. ഫിറ്റായിട്ട് കാലിന് ചെരുപ്പ് എങ്ങനെയാണോ കാലിന് ചൂടുന്നത് പോലെ ഫിറ്റ് ഇബ്തിദാ മുതൽ ഇന്തിഹാ വരെ ഇമാമിനോടൊപ്പമായിരിക്കണം. ഒന്ന് ഇമാം മുന്നോട്ട് ഇവൻ ബേക്കോട്ടാകാൻ പാടില്ല, ഇമാം സലാം പൊട്ടിയ പാട് ഇവനും പൊട്ടണം എന്നെല്ലാം പറഞ്ഞവരുണ്ട്. അന്ന് ഞമ്മൻ പറയുന്നില്ല എത്ര കിട്ടണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ജുമാക്ക് ഏതായാലും ഇയാദത്താക്കുന്നുണ്ടെങ്കിൽ ഈ നാട് മാറി വേറെ നാട്ടിലെത്തുമ്പോൾ ജുമാ ഒരു റക്അത്ത് കിട്ടുമെങ്കിൽ അതിൽ പ്രവേശിക്കാൻ അധികാരമുള്ളൂ. തഹജ്ജുദിനുള്ളിടത്തൊക്കെ തന്നെ ഒരു നാട്ടിൽ തന്നെ 2 ട്രിപ്പുണ്ട്, അതിൽ കൂടണമെന്നുണ്ടെങ്കിൽ ഇപ്പം നടത്തുന്നതിൽ എന്ത് കിട്ടണം? ഒരു റക്അത്ത് കിട്ടണം. കുറഞ്ഞു കിട്ടിയാൽ ആവർത്തിക്കാൻ പാടില്ല. ഇതിലാ തന്നെ ഇത് ജുമാഅത്തൻ, അത് ജുമയായിട്ട് സ്വീകരിക്കൂലല്ലോ. അത് ളുഹറായി കോലം അറിയൂലേ? അടിസ്ഥാനപരമായി ജുമാ നമസ്കരിച്ചവർക്ക് ളുഹർ ആവർത്തിക്കാൻ പാടണ്ട. ഇല്ല. വദൂനഹ എന്തെങ്കിലും കിട്ടിയാൽ മതി. ഫീ ഗൈരിഹ മിൻ ആഖിരിഹ ഹാ ഹാ എന്ന് നടക്കുന്നു. അവലി ഹാ ആഖിരി ഹാ ഗൈർ എന്നല്ലേ പദം, അത് മയന നോക്കിയിട്ടാണ്. റക്അത്ത് എന്നല്ലേ നിസ്കാരം സലാത്ത്, അതുകൊണ്ടാണ് ഗൈർ എന്ന് പറഞ്ഞാൽ മുദക്കറാണ്. ചില കിതാബിൽ മിൻ ആഖിരിഹി എന്നുണ്ട്, ഗൈർ എന്നുള്ള പദം നോക്കിയിട്ട്. ഇവിടെ ആഖിരി ഹാ അവലി ഹാ, അവിടെ നമസ്കാരം എന്ന പരിഗണന. നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ നിന്ന് ലേശം കിട്ടിയാലും പോരെ സാധാരണ ജമാഅത്തിൽ. വഹുവലാഹിറുൻ അത്രേ കൊണ്ടു. വഹുവലാഹിർ എന്ന് പറഞ്ഞിട്ട് വയ്യ മാറ്റുന്നുണ്ട്. വെറുകെട്ട ആവർത്തിക്കണ്ടിക്കൽ ഇത്ര വേണമെന്ന് പറഞ്ഞിട്ട് വയ്യ അട്ടിമറിക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും കിട്ടിയാൽ മതി തൽക്കാലം പറയും, വയ്യ മാറും. ഇതിൽ വലിയ ഖിലാഫാന്ന് ഇവിടെ. അവിടെല്ലാം വായിക്കും, നമ്മൾ വായിക്കും, ഇപ്പം വായിക്കും. ഇവിടെ നോക്ക്, ശിഹാബുർ റംലി എന്താ പറഞ്ഞത്? തംബീഹ് നഫ്താ ശൈഖുന ശിഹാബുർ റംലി. ഇതാ 264 തുടക്കത്തിൽ ഇബ്നു ഖാസിം ആദ്യം വായിക്കും. ചെരുപ്പും കാലും തമ്മിൽ എങ്ങനെയാണോ അതുപോലത്തെ ഫീച്ചേഴ്സ് വേണം പോലും. ആണുകളവ് വ്യത്യാസം വന്നൂടെ പോലും. അതാ ശിഹാബുർ റംലി പഠിപ്പിക്കുന്നത്. ഫലായക്ക് ഫീ വഖൂബഅലിഹാ ഫീ ജമാഅത്തി, ഒരു ഭാഗം പുറത്തു പോയാൽ ബാത്തിലും മർദൂദുമാകും പോലും. ആ കണ്ടീഷനിലാന്ന് പോലും ഇവിടെ എന്തുള്ളൂ. വല്ല കാരണത്താലും കുതുബത്തിൽ നിന്ന് ഇവൻ പുറത്തിറങ്ങി, അല്ലെങ്കിൽ ഇമാമ് അല്പം മുന്നോട്ടായിപ്പോയി, എന്നെന്തല്ല എത്രത്തോളം ഇമാമിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇമാമ സലാം വീട്ടിയ ഉടനെ ഇവൻ വീട്ടിയില്ല, ഇവൻ ഉസ്വാസ് കളിച്ച്. എന്നാ ബാത്തില് പോലും വേക്കോട്ടായില്ലേ? താപക്കന്നായാലും പിന്നെ ആയോ എന്നാ അവർ പറഞ്ഞത്. ജമാഅത്തൻ ഒരു ജമാഅത്ത് കണ്ട് ഇത് 1-ാം റക്അത്ത് തന്നെയാണോ അല്ലേ? തുടരാൻ പറ്റൂല, പുറത്തായി പോകും. അത് ഇനിയുണ്ട് മസ്തർ അങ്ങനെ പറയുന്നുണ്ട്. അത് അകലായിട്ട് കൂട്ടണ്ട. ഇമാമ സഹുവിൻ്റെ സുജൂദ് ചെയ്യാണ്ട് സലാം വെട്ടിക്കളഞ്ഞു, ഇവൻ വെട്ടി, എന്നാൽ ഒറ്റപ്പെടലായിട്ട് കൂട്ടോ? ഇല്ല, അത് പൊറുക്കും. ഭിന്നിപ്പ് വന്നില്ലേ ഇമാമുമായിട്ട്? ഇനി വലു ശക്കൽ മൊഴീതു ഫീ തർക്കിറുക്കിന്, മൊഴീദിന് സംശയം വന്ന് ഒരു ഫർദ് വിട്ടുപോയിനോ, എന്നാ ബാത്തിലാകോ? എന്തുകൊണ്ട്? ഒരു ഫർദ് വിട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു റക്അത്ത് കൊണ്ടുവരണ്ടേ, അപ്പോൾ ഒറ്റപ്പെടൂലേ? അപ്പോൾ ഇപ്പോഴേ ബാത്തിലായോ? അതില്ല, അത് പിന്നീടാണ്. കാരണം എനിക്ക് ബോധ്യപ്പെടും ചിലപ്പോൾ ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഇമാമിൽ നിന്ന് ഒറ്റപ്പെടാണ്ട് കഴിച്ചലാവാൻ മാർഗമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ബാത്തിലാണെന്ന് തീരുമാനിക്കാൻ പറ്റോ? ഇതനുസരിച്ച് ഇല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? എന്താ എന്നിട്ട് വകദാമിന്നബ്ബലിഹ, ആവർത്തിക്കുന്നതിന് തുടക്കത്തിൽ വല്ലതും കിട്ടിയാലും മതി. വൈഫാറഖലി ഗൈരി, ഒരു കാരണവും ഇല്ലാണ്ട് ഇമാമിനെ എന്താക്കി വിട്ടുവീഴ്ച, എന്നാലും
പറ്റൂ, അല്പം കിട്ടാനല്ലേ പറഞ്ഞു. ഫീമായ അങ്ങനെയാണ് മുഅ്തമദ് കേട്ടാ. സുമ്മ റഅയ്തു സർക്കശിയ്യ. ഇതെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ സർക്കശി ഇമാമിനെ കണ്ടു. സ്വറഹ ബിദാലിക. ഈ മസല ഒന്നും കൂടെ വെരിഫൈ ചെയ്യൽ. മറ്റുള്ള മഹാന്മാർ ഏത് രൂപത്തിലാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കവിഞ്ഞു പോയോ നോക്കുമ്പോഴേക്ക് സർക്കശി ഇമാമ തിളങ്ങി വിളങ്ങി പറഞ്ഞിട്ടുണ്ട്. എന്താ അവർ പറഞ്ഞത്? فقال لو أعاد الصبح والعصر في جماعة ثم أخرج نفسه منها بغير عذر احتمل البطلان هنا. നോക്കിയേ, ലോ അആദ സുബ്ഹ വല്ലസിറ അബില്ലസിറ എന്നർത്ഥം. ഒരു ഇമാമിനെ കിട്ടിയപ്പോൾ ആവർത്തിച്ചു. ഒരു പിഴച്ച കൗലുണ്ട്, ആവർത്തനം സുബഹിക്കും അസർക്കും പറ്റൂല, ബാക്കി 3 നേരത്തെ പറ്റുള്ളൂ. അത് ദലാലും മുബീനാണ്. അങ്ങനെയില്ല. 5 വക്ത് നമസ്കാരത്തിൽ എന്തുണ്ട്? അത് ശരിയായ കറൻസി കൊണ്ട് തെളിയിക്കുന്നുണ്ട് ഇതിൽ തന്നെ. അപ്പോൾ ഈ മസല എടുക്കുമ്പോൾ നമുക്ക് ഉതകുന്ന ഒരു മസലയിൽ വരുന്നുണ്ട്. അതാ പറയും. എന്താ, ഒരാള് സുബഹിക്കോ അസർക്കോ എന്താക്കി എന്താക്കി, എന്നാൽ ബാത്തിലാകാൻ സാധ്യത ഉണ്ട് പോലും. ഏത്തമലൽ ബുത്തുലാന ഹുന എന്നാണ്. ഏത്തമലൽ ബുത്തുലാന ഹുന എന്തിനിക്ക് സാധ്യത ഉണ്ട്? അതെ, നമസ്കാരം പാടില്ലാത്ത 5 വക്തിൽ പെട്ടുപോയില്ലേ? അസ്ർ നമസ്കരിച്ച ശേഷം, സുബഹി നമസ്കരിച്ച ശേഷം എന്ന് വെച്ചിട്ട്. പക്ഷേ അതും വലാൽത്താൻ മുത്തലക്കായ സുന്നത്ത് നമസ്കാരമല്ലേ ഹറാമുള്ളൂ, അല്ലേ പിന്തിയ കാരണമുള്ളത്. ഇത് മുന്തിയ കാരണമുള്ളതല്ലേ? ഇമാമിനെ എത്തിക്കുക എന്ന് പറഞ്ഞത് മുന്തിയ കാരണമല്ലേ? പിന്നെ എങ്ങനെ ബാത്തിലാകല്? പറഞ്ഞു മനസ്സിലായ? സുബഹി നമസ്കരിച്ച സുന്നത്ത് നിസ്കാരം പാടില്ല, അസ്ർ നമസ്കരിച്ച ശേഷം സുന്നത്ത് നിസ്കാരം പാടില്ല എന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ബാത്തിലാവൂലേ? അതാ സർക്കശി ഇമാം എന്നെ പറഞ്ഞ് ആ പേടി വേണ്ട, സഹിയാണ്. എന്തേ? ഏറാൻ കെട്ടിയത് സഹിയാണ്. ഏറാൻ കെട്ടുമ്പോൾ എനിക്ക് കെട്ടാൻ അധികാരമുണ്ട്. അപ്പൊ ഇബ്തിദായിലേ വേണ്ടു എന്ന് അവർ പറഞ്ഞില്ലേ? നമ്മൾ ഇബ്തിദായിന്റെ മസലയാണ് സർക്കശി ഇമാമിന്റെ വാക്കുകൊണ്ട് തെളിയിച്ചത്. അസ്ർ സുബഹിന്റെ നിയമമല്ല തെളിയിച്ചത്. അവർ പറഞ്ഞ് ഇബ്തിദായി ശരിയായിട്ടില്ലേ? അപ്പൊ ഇബ്തിദായിലേ എന്ത് വേണ്ടു? വയ്യ സലാത്തും ധാതു സബബിൻ. പിന്നെ അസ്ർ നമസ്കരിച്ച ശേഷം അല്ലെങ്കിൽ സുബഹി നമസ്കരിച്ച ശേഷം ആവർത്തിക്കുന്നതിന് മുടക്കമൊന്നുമില്ല. എന്തുകൊണ്ട്? ഉജൂദ് ജമാഅത്തി ബഅദ ഫീലി സ്വലാത്തി എന്നാണ് സബബ്. പിന്തിയ കാരണമുള്ള സുന്നത്ത് നിസ്കാരം ഇത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം. അപ്പൊ അവൻ പോയി. ഫലാ യുഅസ്സിറുൽ ഇൻഫിറാദു ഫീ ഇബ്താലിഹാ. ബാക്കി സമയത്ത് ഇൻഫിറാദായി എന്നത് അസർ ചെയ്യൂല ഈ നമസ്കാരം നശിപ്പിക്കുന്നതിൽ. ബാക്കി സമയത്ത് ഇൻഫിറാദ്, തുടക്കത്തിൽ മാത്രമല്ലേ എന്ത് കിട്ടിയിട്ടുള്ളൂ എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇത് ബാത്തിലാക്കാൻ കഴിയോ? ഇല്ല. മധ്യത്തിലാണ് ഇൻഫിറാദ് ഉണ്ടായത്, ഇബ്തിദായിലല്ല. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് എന്ത് കിട്ടി? അപ്പോൾ സർക്കശി ഇമാമിന്റെ പ്രഖ്യാപനം തന്നെ ഒരു ജുസ് ഇബ്തിദായി അല്ലെങ്കിൽ ഒരു ജുസ് ഇന്തിഹായി കിട്ടണം എന്ന ആവർത്തനായി അല്ലേ? ഔ മഅവാഹിദീൻ, ഒരാളോട് കൂടിയാണെങ്കിലും ആവർത്തിക്കണം. ഒരാള് ഒറ്റ ഒരാളെയാണ് ഒലിപ്പം കിട്ടിയത്, എന്നാലും എന്ത് വേണം? ആവർത്തിക്കൽ സുന്നത്ത്. എത്ര പ്രാവശ്യം ആവർത്തിക്കാം? മറത്തൻ. ഈ ആദത്ത് എത്ര വരെ പറ്റും? അധികം നിസ്കരിച്ചാ ഇനിയുള്ള വാത്തിലാണ്. മറത്തൻ വാഹിദേ പറ്റും ഈ ആദത്ത്. മുഖ്തസറുൽ മുസനിയിൽ തിളങ്ങിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാമ് ഷാഫി ഇമാം തന്നെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ജമാഅത്ത് കിട്ടി ആവർത്തിച്ചോളിന്ന് ഒരിക്കൽ കൂടി. അധികം പറ്റൂല. അധികം പറ്റുമെന്ന് പറഞ്ഞത് ബാത്തിലും മർദൂതുമായ കൗലാണ്. ഇപ്പം ഇനിയും പറയുന്നുണ്ട് ഇതിൽ തന്നെ. അങ്ങനെയാവുമ്പോൾ ഇനി ആവർത്തിച്ച് ഇങ്ങനെ സമയം തീർക്കലേ ഉണ്ടാവും. മറ്റൊരു ഒരിക്കൽ കൂടി മാത്രം.
ലാ സിയദമിന്ന, ഒന്നിനേക്കാൾ അധികം ആവർത്തനമില്ല. അടുത്ത ഷർത്ത് ഫിൽ വഖ്തി, എന്തിൽ അടങ്ങി ഒതുങ്ങിക്കൊള്ളണം. ഒരു ജുസ് പോലും പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പറ്റില്ല. അതാ അതിന്റെ വിധി വന്നാലും പോരാ, ഹഖീഖത്ത് തന്നെ അതാ. അപ്പൊ എങ്ങനെ ഫിൽ വഖ്തി മുഴുവൻ എന്നല്ല പറഞ്ഞത്, ഫിൽ വഖ്തി, വഖത്തിൽ അടങ്ങണം. എത്ര അടങ്ങണം പറയണത്ര, വഖത്തിൽ. അപ്പൊ പുറത്ത് എന്തില്ല, ഇല്ല. എത്ര കിട്ടണം എന്നുള്ളത് വയ്യ പറയും, എത്രയാന്ന് വക്തിൽ കിട്ടേണ്ടത് അല്ലേ. കമാ ഫിൽ മജ്മുഈ, വഖത്തിൽ തന്നെ കിട്ടിക്കൊള്ളണം എന്നാടുണ്ട്, മജ്മുഈലുണ്ട്. വലം യറഹു മൻ നഖലഹു അനിൽ മുതഅഖിരി, മജ്മുഈലുള്ളതായ ഒന്നിനെ കണ്ടിട്ടില്ല. മൻ നഖലഹു അനിൽ മുതഅഖിരി, മുതഅഖിരീങ്ങളെ തൊട്ട് നഖൽ ചെയ്തവർ. മജ്മുഈലുണ്ട് എന്ന സത്യം അവർക്ക് മനസ്സിലായില്ല. അവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന മുതഅഖിരീങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടാ? അതിനേക്കാണ് വലുത് തന്നെയല്ലേ ഏത്? അത് കണ്ടിട്ടില്ല. പറഞ്ഞാൽ ശരിയില്ലേ. കമാഫിൽ മജ്മുഈൻ, ഈ കാര്യം എന്തിൽ തന്നെ ഉണ്ട്, മജ്മുഈലുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ലം യഹ്തജ് ഇലൻ നഖ്ലി അനിൽ മുതഅഖിരീൻ ലിഅന്ന നവവിയ്യ അഖ്വ ഹുജ്ജത്തൻ മിനൽ മുതഅഖിരീൻ. എന്താ ഇത് കണ്ട കോലം കാണുന്നില്ല. മൻ നഖലഹു അനിൽ മുതഅഖിരീൻ, ഏതോ മുതഅഖിരീങ്ങളെ തൊട്ട് നഖലാക്കിട്ട് കൊടുത്തിട്ട് കാണുന്നുണ്ട്. മജ്മൂ മറിച്ചെങ്കിൽ എങ്ങനെ കൊടുക്കോ? ഇല്ല. ലാ ഖാരിജഹു, പുറത്തല്ല. പുറത്തല്ല എന്ന് പറഞ്ഞാൽ ചർച്ച തുടങ്ങി. തക്ബീറത്തുൽ ഇഹ്റാം എന്തിൽ കയറിക്കൊള്ളണം? വഖ്തിൽ. കേട്ടാ, ബാക്കിയെല്ലാം പുറത്തായിക്കോട്ടെ, അതിനിടെ മുടക്കമൊന്നുമില്ല. അപ്പൊ ഈ പൊളിക്കുന്നുണ്ട്. ഫല്ലദീയത്തെ ജീവല്ലാൻ ഇസ്തിറാത്തു റക്അത്തിൻ, ആ പേജിന്റെ അവസാനത്തിലേതാ തൗബ ചെയ്ത് മടങ്ങും. ഒരിക്കലും അങ്ങനെ പറയരുത്. വഖത്തിൽ ഒരു റക്അത്ത് കിട്ടിയിരിക്കണം. ശിഹാബുർ റംലി പറഞ്ഞത് മുഴുവൻ കിട്ടണം വഖത്തിന്റെ ഉള്ളിൽ തന്നെ. ബയ്യ ഇതിൽ സമർത്ഥിക്കുന്ന എന്താന്ന്, ഒരു റക്അത്ത് കിട്ടിക്കൊള്ളണം. ഒരു റക്അത്തിന്റെ കാതലായാൽ പോരെ പോലും. കാതൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ട് കുറേ നീട്ടി, എന്നിട്ട് ഒരു റക്അത്തായിട്ടില്ല പോലും. എന്നാൽ ഒരു റക്അത്ത് കിട്ടിയ സ്ഥാനം തന്നെയല്ലേ. ഖളാഇന്റെ കുറ്റം കൊടുക്കോ? അങ്ങനെയും പോരാ. ഒറിജിനൽ ഹഖീഖത്ത് എന്ന നിലക്കന്നെ എന്ത് പൂർത്തിയായി കിട്ടണം? റക്അത്ത് വഖത്തിൽ. ഫീമായ എന്ന് പറഞ്ഞത് അത് വായുവിടൽസാണ്, നഖലല്ല. ഫീമായ ഇട്ടിട്ട് ഒരു ബലപ്പെടുത്തി തന്നെ. പക്ഷെ വിടൽസ് നഖല് കിട്ടിയാ വയ്യ മാറ്റിക്കൂടെ? ഫീമായ ഫീഞ്ഞിട്ട് കിട്ടിയതാണ്. അത് അടിയിലെ വരി അൽ ആന എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നതാണ്. അതാണ് വിനാദറിന്റെ റെക്കോർഡ് എന്നാണ്. അടുത്തേക്ക് എത്തും അത്. വല്ലതി ഫല്ലദിയത്തെ അൽ ആന, ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് ഇസ്തിറാത്ത് റക്അത്തിൻ വഇൻകാന ളാഹിർ കലാമിൽ മജ്മൂ യുഅയ്യിദ് ഇസ്തിറാത്തൽ കുല്ലി. ഞാൻ പറഞ്ഞതിനേക്കാണ് മുഴുവൻ വഖ്തിൽ കിട്ടണം എന്ന് പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വേണ്ട, എത്ര കിട്ടണം? അപ്പൊ ഇത് പിൻവലിക്കലാവും. തീർച്ചയായും അങ്ങനെയല്ല ഉണ്ട്. വയ്യോ ഇതു എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതിന് എന്താ തളി തോലു, എന്തെങ്കിലും കിട്ടിയാൽ മതി. അതിനൊരു ഒരു മുസ്തനദ് കാണിക്ക്. അതാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അഞ്ചിന്റെ ബാബിൽ റമദാൻ 30 അവസാനം മുമ്പിന് പോയിട്ട് ഉംറ കയറാൻ കിട്ടി. ഒരൊന്നും കിട്ടിയാ എന്നാ ബാക്കി അമലുകളെല്ലാം ശവ്വാലിൽ ചെയ്തു. എന്നാലും കാനത്ത് കൽ വാഖിയത്തി കുല്ലിഹാ ഫീ റമദാൻ, റമദാനിൽ ഉംറ ചെയ്ത് പ്രൈസ് അടിച്ചു. അക്മലായ രൂപത്തിൽ കിട്ടൂല്ലെങ്കിൽ പ്രൈസ് കിട്ടി. റമദാനിലുള്ള ഉംറ നബിതങ്ങളോടൊപ്പം ഒരു ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? ആ പ്രൈസ് കിട്ടി പോലും. എന്ത് സംഭവിപ്പിച്ചാൽ ഉംറന്റെ ബാക്കിയെല്ലാം പുറത്തു വീണാൽ കേസില്ല. അതിൽ നിന്നാണ് ഇവർ മസാല പിടിച്ചത്. ഇപ്പം എന്താവും?
ഏതാണ് മദീൻ അതിൽ നിന്നാ പിടിച്ചത്. റമദാനിന്റെ ഏറ്റവും അവസാനത്തെ ലേവൽ എങ്ങനെയെങ്കിലും എന്താക്കി നമ്മുടെ കയറാൻ കെട്ടി ബാക്കി എല്ലാ അമലും പുറത്തു കൊണ്ടാണ്. എന്നാല് എല്ലാ വിധത്തിലല്ല കമാലിയത്ത് കുറയും. പക്ഷേ പറഞ്ഞ അസലി നിയമങ്ങളെല്ലാം കിട്ടൂലേ. ഇവന്റെ ഉംറ റമദാനിലാണ് വാദിച്ചൂടെ? അതെ സവാബം എന്താ അസലി സവാബിന്റെ വിഷയത്തിൽ കമാലിയല്ല, മറ്റുള്ള വിഷയത്തിലും മറ്റുള്ള വേറെന്തെല്ലാം വിഷയങ്ങളില്ലേ, തമത്വന്റെ ദമു വേണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഇതുണ്ട്. ഉംറക്ക് ഏറാൻ കെട്ടിയത് ഹജ്ജ് മാസത്തിലാണെങ്കിൽ എന്ന ചർച്ച വരുന്നുണ്ടല്ല. ഇതിപ്പോ ഹജ്ജ് മാസത്തിലല്ലല്ലോ ഉംറക്ക് ഏറാൻ കെട്ടിയത്. ദമി ഉജൂബി ദമി തമത്വം ഇവന്റെ ഉംറ എന്തിലാ? അപ്പൊ എന്ത് വരൂല അങ്ങനത്തെ ബതുക്കലും കിട്ടും വരും. സുമ്മറയിത്ത് ഷെയ്ഖന ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖുൽ മശായിഖി വൽ മഖാലി സക്കരിയ അൽ അൻസാരിന്റെ പ്രസ്താവന എടുക്കുക. എന്താണ് വേദാൻ സക്കറ അവർ പറഞ്ഞ ശേഷം അന്നല്ലക്തരീന അധികരിച്ച പണ്ഡിതന്മാരും അല അന്നൽ ഇആദത ഖിസ്മുൻ മിനൽ അദായി അഖസു മിൻഹു. സക്കരിയ അൽ അൻസാരി എന്ത് പറഞ്ഞ ശേഷം സുമ്മ റഅയ്തു ഞാൻ കണ്ടു ഷെയ്ഖന بعد أن ذكر أن الأكثرين ألا أن الإعادة قسم من الأداء أخص منه. ആദ്യം ഒരു ചർച്ച ഉറപ്പിക്കണം പോലും. എന്താ ഇആദത്ത് എന്ന് പറഞ്ഞാൽ അദായിൻ്റെ ഖിസ്മ് തന്നെയാണോ അല്ലേ? അധികരിച്ച പണ്ഡിതന്മാരും പറയുന്നു അദായിൻ്റെ ഖിസ്മ് തന്നെയാണ്. അദായിൽപ്പെട്ട ഒരു അമൽ തന്നെയാണ് എതു. പക്ഷേ അഹസാണ്. അഹസ് എന്ന് പറഞ്ഞാൽ രണ്ടാമതായി ചെയ്യുന്നത് എന്നൊരു കൈതുണ്ടല്ലോ, അതായിലേക്കാണ്. അപ്പൊ അതായിൽപ്പെട്ടത് തന്നെയാന്ന് പോലും ഒരു കൈത് ഏറിക്കൊണ്ട് അങ്ങനെയാണ് അധികരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത്. വന്നൽ ബൈളാവിയ്യ ഫീ മിൻഹാജി വതബിയഹു തഫ്താസാനി അലാ അന്നഹാ ഖസീമുൽ ലഹു. അതേ സമയത്ത് ബൈളാവി ഇമാമ തന്റെ മിൻഹാജിൽ തഫ്താസാനി തന്റെ കിതാബിലും സമർത്ഥിച്ചത് ഇആദത്ത് എന്ന് പറഞ്ഞത് വേറെ തന്നെയാണ്, എന്തിൽപ്പെട്ടതല്ല, അല്ലേ അല്ല പോലും മറ്റൊരു ഖിസ്മ് തന്നെയാണ്. എന്താ കാരണം പറയുന്നത്? ആടെ ആ തൈരീഫുൽ അദായിൽ ഖൈദു സുഖൂത്തി തലബുണ്ട് പോലും. രണ്ടാൾ പരിഗണിക്കാൻ കാരണം അദായിന്റെ തൈരീഫിൽ സുഖൂത്തു തലബ് എന്നൊരു കൈത് കൂട്ടിയിട്ടുണ്ട്. അതെവിടെ ഇല്ല. അതുകൊണ്ട് ഇത് വേറെ തന്നെയാണ്, എന്തിൽപ്പെട്ടതേ അല്ല എന്ന ചർച്ച അവതരിപ്പിച്ച ശേഷം കാല ഖിസ്മമിനല്ലതായി ഈ രണ്ട് ചർച്ചയിൽ നിന്ന് ഏതാ ബലപ്പെട്ടത്? ഒരു കൈത് കൂടി ഇന്നല്ലുള്ളൂ. അതാ ഏത് തേടപ്പെടും? യാദത്ത്. വതകൂനു യാദത്തൻ ഇസ്തിലാഹിയത്തൻ അല സ്വഹീഹി വഇല്ലം യബ്ക മിനൽ വഖതി മാ യസഉ റകഅതൻ. എത്ര വേണമെന്നില്ല, മൊത്തത്തിൽ വഖത്തിന്റെ അകത്ത് കടന്നു കിട്ടിയാൽ മതി. എന്നാൽ തന്നെ യാദത്തായി. ആര് സമർത്ഥിച്ചു? അപ്പൊ എന്റെ പ്രസ്താവനയും സക്കരിയ അൽ അൻസാരി പ്രസ്താവന ഒരുപോലെയായില്ലേ? ഒരു റകഅത്ത് കിട്ടണമെന്നില്ല വഖത്തിന്റെ അകത്ത്, കണക്കായില്ലേ? വഹുവ ഷെയ്ഖിന്റെ ഈ വാക്ക് സക്കരിയ അൽ അൻസാരിയുടെ വാക്ക് മുവാഫിഖുൻ, അത് ഒത്തുവന്നിട്ടുണ്ട് ലിമാ ദക്കർതുഹു, ഞാൻ പറഞ്ഞ മസലയോട്. എന്താണ്? കിട്ടിയാൽ മതി, അധികം കിട്ടണ്ട. പക്ഷേ ഇല്ലാ അന്നഹു ലാ യുവാഫിഖു കലാമൽ ഉസൂലിയ്യീന ഫീ തരീഫിൽ അദായി. എന്താണ്? അത് വെക്കുന്നില്ല. എന്തിനോട്? ഉസൂലിങ്ങളുടെ കലാമിനോട് വെക്കുന്നേ ഇല്ല. അതായിന്റെ തൈരീഫ് പറഞ്ഞില്ലേ, അവരുടെ തൈരീഫിനോട് ഒരു നിലക്കും പൊരുത്താകുന്നില്ല. ആരുടെ പ്രസ്താവന? ഷെയ്ഖുനാൻ്റെത്. വല കലാമൽ ഫുഖഹായി, എന്തിനോട് വെക്കുന്നില്ല? എന്താ ഫുഖഹായിന്റെ കലാം? ഒരു റകഅത്ത് പൂർത്തിയായി കിട്ടണോ?
അതാകുന്നില്ലല്ല, അവ രണ്ടിനോട് എതിരാകുന്നുണ്ട്. ആ വൈന്നമല്ലതി യുവാഫിഖു അൽ അവല, വൈന്നമല്ലതി യുവാഫിഖു അൽ അവല എന്താണ്? ബഹ്സു ഇസ്തിറാത്തി വുഖൂഇ കുല്ലിഹാ ഫിൽ വഖ്തി. ഉസൂലിങ്ങളുടെ കലാമിനോട് ഒക്കുന്നുണ്ട് എന്ത്? ബഹ്സു ഇസ്തിറാത്തി വുഖൂഇ കുല്ലിഹാ ഫിൽ വഖ്തി. എന്താണ്? എല്ലാം വക്തിൽ കിട്ടണം എന്ന ചർച്ചയായിരുന്നുവെങ്കിൽ എന്തിനോടൊക്കുന്നുണ്ട്? ഒക്കുന്നുണ്ട് ഇല്ലേ? അങ്ങനെ അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ പറഞ്ഞവരുണ്ടല്ലോ. അങ്ങനെയാ പറഞ്ഞെങ്കിൽ ഉസൂലിക്കാരുടെ കലാമിനോട് നേർക്ക് ഫിറ്റാക്കാം. അങ്ങനെ അവർ പറയുന്നുമില്ല. അതെ, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത്രത്തോളം ചേർത്ത് വെക്കൽ എന്താണ്? ആ ബഹ്സ് മഅദാലിക ഉസൂലിക്കാരുടെ കലാമിനോട് ഒത്തിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ ചേർത്ത് വെക്കൽ വഹീദാണ്. അങ്ങനെ വെച്ചൂടാ. ലിഅന്നൽ മദാറ ഫിൽ ഫുറൂഇൽ ഫിഖ്ഹിയ്യ അലാ മാ യുവാഫിഖു കലാമൽ ഫുഖഹാഇ ലൽ ഉസൂലിയ്യി. നമ്മുടെ സംസാരം മുഴുവനും ഫുഖഹായിനോട് ഒപ്പിക്കാനുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ആർക്ക് ചിങ്ങണി പാടാൻ പാടില്ല. അപ്പൊ ഉസൂലിക്കാർ ഒപ്പിക്കേ വേണ്ട, ഫുഖഹായിനോട് ഒപ്പിച്ചിട്ട് സംസാരിക്കും. നിങ്ങൾ തീരുമാനം എടുക്കാം. അതെ, പിന്നെ കറക്കുന്നുണ്ട്. അതുകൊണ്ട് ആകെ ചർച്ച ചെയ്തതിൽ നിന്ന് വെളിവായത് എന്തായാലും എന്ത് വേണം, അതിലൊന്നും വിട്ടുവീഴ്ചയില്ല. ഒരക്കത്ത് മജ്മൂഇന്റെ ഇസ്തിറാത്തൽ കുല്ലി എന്താണ്? മജ്മൂഅ് വേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട് 4-ാം ജുസിയിൽ. എന്ത് 194, 195 എത്ര തന്നെ വേണം എന്ന് ലാഹിർ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഹഖീഖിയാ മസല എന്താണ്? ഇപ്പൊ ശിഹാബ് റംലി വാദിച്ചത് മുഴുവനും വക്തിൽ കിട്ടണം. അങ്ങനെ ഓരോ തരീഖത്തുണ്ട്, ഓരോ കിതാബ് നോക്കുമ്പോൾ ഓരോന്ന് കിട്ടും. ഇത് അധികം നോക്കണ്ടെങ്കിൽ യാദത്ത് വല്ലാതെ പറഞ്ഞത് കുർദി കിതാബില 19 ചേർത്താ മറ്റം പറഞ്ഞില്ല. കാടും നീണ്ട് 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 പോയി നീ അടുത്തൊന്നും തീരാതെ രൂപത്തിൽ. വലോ വഖ്തൽ കറാഹത്തി, ഇനി പറ, സാധാരണ മുത്തലഖായ സുന്നത്ത് നമസ്കാരം പാടില്ലാത്ത സമയത്തും ഏതാവർത്തിക്കാം, ഇയാൾക്ക് പറ്റും. ഒരു മുടക്കമില്ല പോലും. ആവർത്തിക്കുന്ന സമയം നന്നാകണമെന്നില്ല. ഇമാമൻ കാനാവും മഅ്മൂമൻ എന്താ? അതെ, എന്താ? ഊലാ നമസ്കാരത്തിൽ അതൊന്നും ഊലയിൽ താനി നേരത്തെ ഇമാമന്നല്ല ഇപ്പോഴത്തെ ഇമാമ് അതൊന്നും ഇവിടെ ചോദ്യമല്ല. ആകെ രണ്ടാണ്ടായാൽ മതി. അതേ ഇമാമ് തന്നെ ആയാലും ശരി, അതേ ഇമാമല്ല, ഡിഫറൻ്റാണ്, ഒന്നും പ്രശ്നമില്ല. ലിൽ ഖബരി സ്വഹീഹ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സല്ലമ സലാം വീട്ടിയപ്പോൾ മിൻ സലാത്തി സുബ്ഹി നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് ജമാഅത്ത് നടത്തുന്നത്. സുബ്ഹി നിസ്കാരം എവിടെ? മസ്ജിദുൽ ഖൈഫി. 2 പുരുഷന്മാർ ദൂരത്ത് വന്നിട്ട് ഒരു പള്ളിയെ മൂലക്ക് അനങ്ങാണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ കമത്ത് കൊടുത്തിട്ട് നമുക്ക് വേറെ പരക്കുന്ന വേണ്ട പോലെ ജമാഅത്താക്കിയിട്ട് വന്നത് വാൻ കൊടുത്ത പാട് 15 മിനിറ്റ് കാത്തു നിൽക്കാൻ അവർ നിന്നിട്ടില്ല. ഇവർ ചേരുന്നേ ഇല്ല. നബി തങ്ങൾ സലാം വീട്ടിയാൽ പഠിപ്പിച്ചു. റജുലൈനി ലം യുസല്ലിയാ ഫസഅലഹുമാ സല്ലൈനാ ഫീ റിഹാലിനാ, നമ്മളെ വീട്ടിൽ വെച്ച് നമ്മൾ നിസ്കരിച്ചു. എങ്ങനെ നിസ്കരിച്ചു എന്നൊന്നും ചോദിച്ചിട്ടില്ല. അന്ന് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാണിംഗ് കൊടുത്ത് തൃക്കണേ, ഇദാ സല്ലൈതുമാ ഫീ റിഹാലികുമാ സുമ്മ അതൈതുമാ മസ്ജിദ ജമാഅത്തിൻ ആമഹും, വീണ്ടും നമസ്കരിച്ചു കൊള്ളണം. മസ്ജിദ ജമാഅത്തി മസ്ജിദ് കൈതല്ല. ഫഇന്നഹാ ലകുമാ നാഫില, അത് നിങ്ങൾക്ക് നമസ്കാരത്തിൻ്റെ മേലെ നമസ്കാരമായിട്ട് സ്റ്റോക്ക് ചെയ്യും. നാഫിലത്ത്. ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, ഹക്കീം, അബൂദാവൂദ്, തിർമിദി, നസായി എല്ലാം തിളങ്ങി പറഞ്ഞിട്ടുണ്ട്. ഈ കൽപ്പന തന്നെ വന്നത് സുബീക്കല്ലേ? ഇതെങ്ങനെ സുബീസ്കരിച്ചാൽ പറ്റില്ല? വസല്ലൈതുമാ എന്നത് യസ്തുഖു ബിൽ ഇൻഫിറാദി വൽ ജമാഅത്തി, നേരത്തെ നമസ്കരിച്ചവരാണെങ്കിലും എന്ന് പറഞ്ഞില്ലേ? ആ നമസ്കരിച്ചത് ഇൻഫിറാദ് കൊണ്ടും ആകാം. എന്നാൽ വഖബറു, ഇതിന് വിരുദ്ധമായിട്ട് ആൻറ്റി ഖബറുണ്ട്. സുബീക്കും അസർക്കും യാഗത്തില്ല. എന്താണ്? ഒരുത്തൻ ഒറ്റയ്ക്ക് നമസ്കരിച്ചു, പിന്നെ ജമാഅത്ത് കിട്ടി,
എന്നാൽ നമസ്കരിച്ചു കൊള്ളണം. ഫജ്റായാൽ ഒഴികെ അസറായാൽ ഒഴികെ. അള്ളാന്റെ റബ്ബേ, നേരത്തെ ഒറ്റയ്ക്ക് ചെയ്താൽ പോലും ഇനി ആവർത്തിക്കാൻ പറ്റൂല. ആടിയും തെറ്റി വന്ന് ആടിയുണ്ടല്ലോ പാട്ട് ഇവിടെ കടുപ്പം കൂടിയില്ലേ. നേരത്തെ ഒറ്റയ്ക്ക് ചെയ്ത ആളായാൽ പോലും സുബീക്കും അസർക്കും എന്ത് പറ്റൂല, പറ്റൂല. അത് ഒഴില്ല ബിൽ വഖഫി, അതിന് തകരാറ് പറയപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസ് മൗഖൂഫാണ്. മൗഖൂഫ് സഹാബിയിലേക്ക് അറ്റമായത്, നബിയുടെ തൊള്ളവാക്കല്ല അത്. പിന്നെ സഹാബി പറഞ്ഞതാണ്, താബി പറഞ്ഞത് മഖ്തൂഅ്. വറുദ്ദ മൗഖൂഫാണ് എന്ന് പറഞ്ഞത് തള്ളപ്പെട്ടു. ഒരു അംഗീകൃത പണ്ഡിതൻ വസലഹു മർഫൂആണെന്ന് വാദിച്ചിട്ടുണ്ട്. നബി തന്നെ പറഞ്ഞതാന്ന് പറഞ്ഞു. വൈജാബു ബിഅന്നൽ മുസറഹ ബിൽ ജവാസി ഫിൽ വഖ്തൈനി അസഹു മിൻഹു. ഇനി ഇത് മർഫൂആണെന്ന് തന്നെ വെച്ചോ, എന്നാൽ തന്നെ ഇതിനേക്കാണ് അസഹായ ഹദീസ് ഏതാണ്? 5 വക്തിലും ആവർത്തിക്കൽ ജായിസാണ്. നേരത്തെ നസ് പറഞ്ഞില്ലേ, ഇതിനേക്കാണ് ശക്തി പ്രാപിച്ച ഹദീസാണ്. ഈ ഹദീസ് സഹിയാണ്, മർഫൂ തന്നെയാണ് എന്ന് പറഞ്ഞാലും ഇതിനെ കടത്തിവിടേണ്ട ഹദീസാണ് ഇത് നേരത്തെ എത്തത്. വഹുവൽ ഖബറുൽ അവ്വൽ. ഇതിപ്പോൾ സവീക്കത്തെ കേസാണ്. ഇനി മത്സര അസർക്കുണ്ട്. കാണാം, അസർക്ക് പാടില്ല എന്നല്ലേ ഒരു കൂട്ടർ പറഞ്ഞത്. വൽ ഖബറുൽ ആഖറു, വേറൊരു ഹദീസ് എന്താ? നബിതങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഇയാൾക്ക് ഒരു ധർമ്മം ചെയ്യോ ഒന്നും കൂടി നമസ്കരിച്ചു കൊടുത്തുകൊണ്ട് പബ്ലിക്കിൽ നബിതങ്ങൾ യാചിച്ചു, ഒന്നാരെങ്കിലും ഒരിക്കൽ കൂടി നമസ്കരിച്ചു കൊടുക്കാൻ നിൽക്കോ. അന്നേരം ആര് രംഗത്ത് വന്നു? അബൂബക്കർ സിദ്ദീഖ് എന്നവർ. അനയാ റസൂലല്ലാഹ്, ഞാനുണ്ടല്ലോ. അതായി പേരെന്നെ ഓർക്ക് അങ്ങനെയല്ലേ കിട്ടീനി, അബൂബക്കർ മുന്നേറ്റത്തിൻ്റെ ആള്. ബക്കർ തഖദ്ദു, ഏത് കാര്യത്തിലും അനലഹ, ഞാൻ പോരെ ഞാൻ പോരെ. നബിതങ്ങൾ പറയുമ്പോഴൊക്കെ തന്നെ ആര് ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് സ്കരിക്കാൻ ആര്? അതെ, ഈ ഹദീസുണ്ട്. ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം, അബൂദാവൂദ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഐ അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങൾ കമാഫി സുനനിൽ ബൈഹഖി എന്ന് നസാക്കിയിട്ട് ബൈഹഖിയിലുണ്ട്, സുനനിൽ കബീറിൽ. ഒരു റജുലൊന്നുമല്ല, ഒരു റജുൽ എന്ന് പറഞ്ഞാൽ ഈ പേരെന്നെ എടുത്തു വന്നു. ആരെന്നെ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്നെ പറഞ്ഞ്, ഞാൻ നിന്ന് കൊടുക്കാം നബിയേ. വാളെല്ലാം താളിച്ച് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മുന്നേറ്റം കണ്ട എല്ലാ വിഷയത്തിലും കണ്ട. അവിടെ എന്താ ഫീഹി എന്ന് പറഞ്ഞാൽ വഫീഹി. ഈ ആഖിറായ ഹദീസിലുണ്ട് ഫീഹി എന്ന് പറഞ്ഞാൽ വഫീഹി എന്നർത്ഥം. പുതിയ ചർച്ച എന്താ? നദു സലാത്തി മൻ സല്ലാ ദാഖിലി. നദു സലാത്തി മൻ സല്ലാ, നമസ്കരിച്ച് തീർന്നാക്കും സുന്നത്ത് തന്നെയാണ് നമസ്കരിക്കൽ. ദാഖിലി, പുതുതായി വന്ന ആളോടൊപ്പം. സല്ലാമയ ദാഖിലി എന്നല്ല, നദു സലാത്തി മൻ സല്ലാ ദാഖിലി. എങ്ങനെ വായിക്കും? ഇങ്ങനെ നദു സലാത്തി, ഇനിയും നമസ്കരിക്കൽ നദുവുണ്ട്. മൻസല്ല ദാഖിലി, ഇപ്പം ഇനിയും നമസ്കരിക്കൽ ഉണ്ട്. മൻസല്ല ദാഖിലി അല്ല, ദാഖിലിനോടൊപ്പം ഇപ്പം നിസ്കരിച്ച ഒന്ന്. മനദു ശഫാഅത്തി മൻ, ഒരാൾ അഭ്യർത്ഥിക്കൽ സുന്നത്താണ്. ലം യർദി സലാത്തമാഹു, ഈ ദാഖിലിനെ നമസ്കരിച്ചു കൊടുക്കാൻ തയ്യാറല്ല, എന്നാൽ വേറൊരാളെ കൊണ്ട് ഇറക്കൽ എന്തുണ്ട്? ഇവിടെ നബിതങ്ങൾ നിസ്കരിച്ചു കൊടുക്കാൻ തയ്യാറായ ഇപ്പം എന്ത് വേണം? ഇലാമയുസല്ലിമാഹു, ആരെങ്കിലും തയ്യാറാണോ എന്ന് അഭ്യർത്ഥിക്കൽ എന്തുണ്ട്? പറഞ്ഞു മനസ്സിലാക്കി. ഇവിടെ കണക്കിന് നബിതങ്ങൾ തന്നെ ഒന്നും കൂടെ നിസ്കരിച്ചു കൊടുക്കല്ലേ വേണ്ടത്. അങ്ങനെ തയ്യാറില്ലാത്തത് കൊണ്ട് എന്താക്കി? ആക്കിക്കൊടുത്തു. പബ്ലിക് പള്ളികളിൽ എത്രയും ജമാഅത്ത് നടത്താം എന്നും കിട്ടിയില്ലേ? ആ കഥ ഇത്രയും കാര്യങ്ങൾ മജ്മൂഇൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വഫീഹി നദർ, ഈ അവസാനം പറഞ്ഞതിൽ നദറുണ്ട്. ഇതിൽ ജമാഅത്തു സാനിയത്തു ഹുനാ ബിഇദ്നിൽ ഇമാം, ഇവിടെ ഇമാമിൻ്റെ സമ്മതത്തോടെയാണ് നടത്തുന്നത്. അതുകൊണ്ട് മത്റൂഖിൻ്റെ കഥ പറഞ്ഞിട്ട് ആ വിഷയം വലിച്ചിടണ്ട. പ്രൈവറ്റ് പള്ളി ആയാലും കണക്കന്നെ.
മത്റൂഖായ റോട്ടുമ്മലുള്ള പള്ളിയാണ്, അതുകൊണ്ട് ആ രണ്ടാം ജമാഅത്ത് നടത്തിയത്. ആ ചർച്ച വലിക്കണ്ട. കാരണം ഇവിടെ നബിതങ്ങളുടെ പെർമിറ്റോടുകൂടെ മാലിക്കിൻ്റെ അനുമതിയോടുകൂടെ നടത്തുന്നതെന്ന് അവിടെ പിന്നെ ആ ചർച്ച ഉണ്ടാ. പിന്നെ അത് ശരി തന്നെ, ജമാഅത്തിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടായാൽ തന്നെ എന്തായി? ജമാഅത്തായി എന്ന് കിട്ടിയില്ലേ? അത് മുഅ്തമദിൻ്റെതിൽ നേരത്തെ മറത്തൻ എന്ന് പറഞ്ഞില്ലേ, മറത്തൻ വാഹിദ കമാൻ ഉസ്താദ്, അതിൻ്റെ മുഖാബില എന്താണ്? ഒന്നിൽ കൂടുതൽ ആവർത്തിക്കൽ ജായിസാണ് എന്ന് ഒരു ശാരി എന്താക്കിയിട്ടുണ്ട്. ഫത്തുൽ മുഈനിലുണ്ടല്ലോ, വക്കീൽ ഇമാമ അംഗീകരിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഫത്തുൽ മുഈനിൽ നസ്സ് പറഞ്ഞു, മുഅ്തമദല്ല. വഖാല, ആ ശാരി പറയും, ഇന്നഹു മുഖ്തദാ കലാമി, ഫുഖഹാഇന്റെ കലാമിൽ നിന്ന് അങ്ങനെയാണ് തെളിഞ്ഞു കാണുന്നത്, എത്രയും ആവർത്തിക്കാം. വഅന്ന തഖീദ ബിൽ മറത്തി, ഒരിക്കലേ ആവർത്തിക്കാൻ പാടുള്ളൂ എന്നത് ലം യഅ്തമിദുഹു സിവല്ലദ്റായി വസർകശിയ്യി, ആരുകൊണ്ടാണ് ഫാനല്ല, അവർ സ്വീപ്പാക്കിയതാന്ന് പോലും, ബാക്കിയുള്ള ആളല്ല. എന്തിൻ്റെ അനുവദിക്കാറാ എന്നെല്ലാം പറഞ്ഞവരുണ്ട്. ഇതിനെ തട്ടി മാറ്റുന്നു. മാമറ 264 മറിക്ക് 264 മാമറ വന്നില്ലേ? അതെ, മാമറ ഇതാണ് ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് തന്നെ 264 എന്താണ് മാമറ? കമാനുസാലിന്നല്ലേ ഷാഫിമാ പറഞ്ഞതിൻ്റെ അപ്പുറത്താ പിന്നെ ഉണ്ടല്ലേ അന്നഹുൽ മൻസൂസു എന്നല്ലേ 264 പറഞ്ഞത് കണ്ടാ? അന്നഹുൽ മൻസൂസു എന്നാ പറഞ്ഞത്, ഒരിക്കേ പറ്റുള്ളൂ. ഇമാമു ഇമാമുൽ ഹറമൈനിയും ഇൻഡിക്കേഷൻ ആക്കിയിട്ടുണ്ട്. എടാ ഇഷ്ടം പോലെ സ്കിരിച്ചു വേണ്ട, ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ പറ്റുള്ളൂ. വഖാല, ഇമാമുൽ ഹറമൈനി പറയുന്നു, ഇമാമുൽ ആലം, ഇമാമുൽ ഹറമൈനി അന്ന് ഓരോ പാസ്സായി പുറത്തിറങ്ങുമ്പം കൊടുത്ത പേരാണ്, മക്കത്തും മദീനത്തും പ്രസിഡന്റ്. പിന്നെ കുറച്ച് നാൾ ദർസ് നടത്തുമ്പോഴേക്ക് ആകാശഭൂമിൻ്റെ ഇടയിൽ തന്നെ ഇമാമായിന് പോലും ഇമാമുൽ ആലം എന്ന് വലിയ പ്രയോഗം വന്നെന്നാ പറയും. ആ അത്ര വലിയ ഫിഖിൻ്റെ ഫുൾ ഏജൻസിയാണ് ഇമാമുൽ ഹറമൈനി. തുടക്കത്തിൽ കിട്ടിയ പേരാണ് ഇമാമുൽ ഹറമൈനി. വയ്യ നോക്കുമ്പോഴേക്ക് ഇമാമുൽ ബിലാദി കുല്ലിഹ ഇല്ലേ, എന്താ പറഞ്ഞ ലം യുങ്കൽ ഫീലുഹ അക്സറ മിൻ മറ, ഒരു മറത്തിനേക്കാണ് ആവർത്തിച്ചതായി ഇസ്ലാമിക ലോകത്തെന്തില്ല, നഖൽ തന്നെ ഇല്ല എന്നാ പറയുന്നത്. ഓ മുഅ്തമദഹു ആഖറൂന ഗൈറു ദൈനിക, അത് മുഅ്തമദാക്കുകയും ചെയ്തു മറ്റുള്ള കൂട്ടർ. ഏതാ മറ്റുള്ള കൂട്ടർ? ഗൈറു ദൈനിക, നേരത്തെ പറഞ്ഞ രണ്ടാൾക്ക് പുറമെ, രണ്ടാളാ മുഅ്തമദാക്കി എന്നാണ് നേരത്തെ നിങ്ങൾ ബില്ലിട്ടത്. ദൈനി തൈനി കണ്ടാം. വദാനി താനി ലിൽ മുസന്നൽ മുർതഫി വഫീ സിവാഹു ദൈനി തൈനി ദിക്റുതി. അവിടെ നൂനിന് ചെത്ത് കൊടുക്കാന്ന് പറഞ്ഞ് വന്നൂനു മിൻ ദൈനി വതൈനി ശുദ്ദിദ ഐലം വദൈറിദും ബിദാക ഖുസിദ. ഞാൻ പറഞ്ഞത് അസ്നവി അദ്റയ്യ അല്ല അദ്റയി സർക്കസിയാണ് മുഅ്തമദാക്കിയത്, നല്ല എല്ലാം എല്ലാം. ഫബതല മാ ദക്കറഹു, ആ ശാരി പറഞ്ഞത് എന്തായിപ്പോയി, ഇടിഞ്ഞു പൊളിഞ്ഞ്. വഹീന ഇത് ആകത്തുക യന്തഫി വഹ്ഫു അന്നഹ ഇന്നമാ തുസന്നു ഇദാ ഹദറ ഫി സാനിയത്തി മൻ ലം യഹ്ദുർ ഫിൽ ഊലാ. എന്താ ഒരു ചർച്ച വേറെയും പൊളിഞ്ഞ്. എന്ത് ഇയാദത്ത് എപ്പോഴേ സുന്നത്താവുള്ളൂ, രണ്ടാമത്തതിൽ എന്തെങ്കിലും ഒരു ഫായിദ വേണം പോലും, ഒന്നാമത്തതിൽ ഇല്ലാത്തത്. ജമാഅത്ത് കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്നാമത്തതിൽ ഇല്ലാത്ത നേട്ടങ്ങൾ കൊയ്യാൻ കിട്ടുമെങ്കിൽ മാത്രമേ രണ്ടാമത് ചെയ്യാവൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് സമയം തീർന്നു പോകില്ലേ എന്ന് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ് അവർക്ക്? അല്ല നേട്ടില്ല, മറത്ത് എത്രയും പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഒന്നാമത്തതിലില്ലാത്ത നേട്ടം രണ്ടാമത്തേൽ ഉണ്ടെങ്കിലേ ഈ ആദത്ത് പറ്റുള്ളൂ എന്ന് അവർ പാസ്സാക്കി. എന്തിനു പോലെ സമയം തീരാണ്ടിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കൂലേ. അപ്പോൾ അവർ
ഒന്നിൽ കൂടുതൽ പറ്റുമെന്ന പിഴച്ച ധാരണന്റെ മേലെയാണ് ആ നിയമം കൊണ്ടാകുന്നത്. ഒന്നാമത്തെ നമസ്കാരത്തേക്കാണ് ഖൈറാവണം എന്നുണ്ടോ? രണ്ടാമത്തത് ഇല്ല. രണ്ടാമത്തത് ഖൈറായിട്ടില്ലെങ്കിൽ എന്താന്ന് പോലും ലസിം ഇസ്തിഗ്റാഖുൽ വഖ്തി, വഖ്ത് തീരുന്നവരെ ആവർത്തിച്ച് കൊണ്ടിരിക്കണ്ടേ. നേട്ടം രണ്ടാമത്തേൽ ഒന്നാമത്തേൽ ഇല്ലാത്ത നേട്ടം രണ്ടിലില്ലെങ്കിൽ ആവർത്തിച്ച് 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 ഇങ്ങനെ നേരം കൂടൂലേ എന്നാ അവർ ചോദിക്കുന്നു. തട്ടിമാറ്റാനുള്ള ന്യായം എന്താ? സമയം തീർക്കലില്ല, ഇവിടെ ഇല്ല. അവിടെ തന്നെ നിങ്ങൾക്ക് വെച്ച് എന്തേ യാതൊക്കെ ഒരിക്കേ പറ്റുള്ളൂ ഞമ്മ പഠിപ്പിച്ചല്ലോ, അത് നിങ്ങൾ പിടിക്കാഞ്ഞതല്ലേ ഇപ്പം തെറ്റിയത്. പിന്നെ എങ്ങനെ സമയം തീർക്കല് ഉണ്ടാ? ഇല്ല. ആ ഒന്നിനേക്കാൾ ആവർത്തിച്ചാലും തന്നെ ഇത് എന്നാണ് നമ്മളെ മസല. പിന്നീട് ഇസ്തിഗ്റാഖ് ഉണ്ടോ? കല്യാദത്തി മുൻഫരിദൻ, ഇതുപോലെ മുൻഫരിദായിട്ട് യാദത്താക്കല് ഹറാമല്ലേ? അത് വെറുതെ യാദത്താക്കാൻ പാടില്ല. ഇല്ല. അതായത് ഇല്ലാലിയുതിരിൻ, ഒന്നാമത്തെ നമസ്കാരത്തിന് എന്തെങ്കിലും അത് വേണ്ട പോലെ ആയിട്ടില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ അത് പാടില്ല മുത്തലാനാണ് എന്നൊരു കൗലും കടന്നാൽ മുൻഫരിദായിട്ട് ആവർത്തിക്കാം. പൊതുവെ മുൻഫരിദായിട്ട് ആവർത്തിക്കാൻ പറ്റോ? ജമാഅത്ത് ഉണ്ടായാലും ഒന്നിലധികം പ്രാവശ്യം പറ്റൂല. ഏത് പറ്റാത്തതുപോലെ മുൻഫരിദായിട്ട് ആവർത്തിക്കൽ എപ്പോഴൊഴികെ ഒന്നാമത്തെ നമസ്കാരം റാഹത്തായിട്ടില്ലെങ്കിൽ വയ്യ മുൻഫരിദായിട്ട് തന്നെ എന്താക്കാം, ആവർത്തിക്കാം. ആ റാഹത്താകാത്ത രൂപം പറ തീർന്നു. ഒന്നാമത്തത് വേണ്ടതുപോലെ ആയിട്ടില്ല എന്ന് വന്നു. എന്നാല് ഉദാഹരണം പറയും. ഒരു ഷാഫി മദ്ഹബുകാരൻ തലമുടിയിൽ നിന്ന് ഒരു രോമം തടവിട്ട് നിസ്കരിച്ച്, ഒരിക്ക് മുൻഫരിദായിട്ട് തന്നെ ആവർത്തിക്കൽ സുന്നത്താണ്. കാരണം മാലിക് ഇമാമിന്റെ വീക്ഷണത്തിൽ ഇവൻ എന്തില്ല, നിസ്കാരം ഉണ്ടാ ഇല്ല. അതുകൊണ്ട് പ്രത്യേകം മുൻഫരിദായിട്ട് തന്നെ ആവർത്തിക്ക പോലും ഒന്നാമത്തെ നമസ്കാരം കൊള്ളുന്നതായിട്ടില്ല. രണ്ടാമത്തെ മിസാൽ പറയട്ടാ, കുളിമുറിയിൽ വെച്ച് നമസ്കരിച്ച് എന്നാ മുൻഫരിദായിട്ട് തന്നെ എന്താക്കാം. എന്തുകൊണ്ട്? കുളിമുറിയിൽ വെച്ചുള്ള നമസ്കാരം ബാത്തിലാണെന്ന് അങ്ങനെ അഭിപ്രായം നടക്കുന്നുണ്ടല്ലോ. അപ്പം വേണ്ട പോലെയായ അങ്ങനത്തെ എന്തെങ്കിലും വരണം. എന്നാലും തന്നെ റാഹത്ത് കുറവുണ്ടെങ്കിൽ മുൻഫരിദായിട്ട് ആവർത്തിക്കും വരും. ഇത് ഇടിയും മതവും അറിയില്ലേ? അഹമ്മദ് ബിൻ ഹംബലല്ലേ പറഞ്ഞത് കുളിമുറി നിസ്കരിച്ചാൽ ശുദ്ധമായ സ്ഥലമായാലും പറ്റൂല. അപ്പൊ അവിടുന്ന് മുൻഫരിദായിട്ട് തന്നെ എന്താക്കണം, മടക്കണം. ഇനിയും പറയാം മുഖാലിഫിനെ തുടർന്ന് പോലും ഹനഫിക്കാരനെ എന്നാല് മുൻഫരിദായാലും എന്തുണ്ട്, എന്തേ മുഖാലിഫിനെ തുടർന്നാൽ ജമാഅത്തിന്റെ കൂലി ഇല്ലാന്ന് മാത്രമല്ല നിസ്കാരം തന്നെ എന്താണ്. അപ്പൊ അത് പരിഗണിച്ചിട്ട് അത് പേടി പോലെ 254 പറഞ്ഞിട്ടില്ലേ മുഖാലിഫിനെ തുടർന്നാൽ. ഏതാ 254 എടുക്ക്. മുഖാലിഫിനെ തുടർന്നാൽ ജമാഅത്തിന്റെ കൂലി ഏതായാലും ഇല്ല. കാരണം ഞമ്മക്ക് വേണ്ടുന്ന ഫർളിനെ അവനെ ഇടിച്ചു കാട്ടി എന്തായിട്ട്, സുന്നത്തായിട്ട്. അപ്പൊ മക്റൂഹാണ്. ഓന്റെ പിന്നിൽ ആവർത്തിക്കലും സുന്നത്തില്ല, ജമാഅത്തിന്റെ കൂലിയും ഇല്ല എന്ന് മാത്രമല്ല 254 എടുക്ക്. എന്താണ് എടുക്കിപ്പ അട മദ്ഹബിന്റെ ഖിലാഫില്ലേ? ومن ثم أبطل الاقتداء به مطلقا بعض أصحابنا. ഒമ്പതാമത്തെ വരി എന്താണ്? കറാഹത്ത് എന്ന് മാത്രമല്ല പോലും ومن ثم أبطل الاقتداء به مطلقا بعض أصحابنا. കണ്ട, അപ്പോ തെറ്റിപ്പിരിഞ്ഞ മസലയാണത്. നമ്മക്ക് വേണ്ടുന്ന അർക്കാനുകളെ അവൻ അർക്കാനായിട്ട് കാണുന്നില്ലെങ്കിൽ വലിയ സങ്കടം തന്നെയല്ലേ. അപ്പം മസല പറയുന്നത് കറാഹത്താണ്, ജമാഅത്തിന്റെ കൂലി കിട്ടൂല, അങ്ങനത്തെ ആളെ കിട്ടിയാൽ മടക്കി നമസ്കരിക്കാൻ പാടില്ല. എന്നാലും നമ്മൾ മുൻഫരിദായിട്ട് പോലും മാറ്റൽ എന്തുണ്ട്? വേണ്ട പോലെ നമ്മളെ സ്റ്റോക്ക് ചെയ്യാറായ ഇല്ല. നമ്മളെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് നിസ്കാരം തന്നെ എന്താണ്, ബാത്തിലാണ്. ഇങ്ങനത്തെ ഇമാം ഉണ്ടായിട്ടുണ്ട്. കുച്ചുവിനെ പറ്റി ഉണ്ട്. തീരെ കുച്ചു ഇല്ലെങ്കിൽ മുൻഫരിദായിട്ട് ആവർത്തിക്കൽ സുന്നത്താന്ന് പറയും. തീരെ വേണ്ട പോലെ ആയിട്ടില്ല പോലെ. കാരണം ഖസാലി ഇമാമല്ലോ കുച്ചു
ഷർത്താന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനത്തെ ഉണ്ട് കഴിഞ്ഞ് എല്ലാം നല്ല പോയിന്റായി.